സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി. ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം, അക്ഷരങ്ങൾ കോർത്തു നമുക്കഞ്ഞലുഞ്ഞലാടാം. ഇനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, അറിവ് പൂവുകൾ വിടർന്നൊരീ വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. അറിവ് പൂവുകൾ വിടർന്നൊരീ വസന്തവാടിയിൽ ലഹരി വണ്ടുകൾ കടിച്ചിടാതെ കാവലാകണം. കരുതലും കരുത്തും. We are gathered here today to celebrate a remarkable milestone in the journey of our beloved Government UPS ഇടനില. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, ഏവരെയും ഗവൺമെന്റ് UPS ഇടനിലയുടെ ആഘോഷ സായാഹ്നത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ കലാരാവിനെ വർണ്ണാഭമാക്കാൻ കുഞ്ഞു കലാകാരികൾക്കും കലാകാരന്മാർക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രതീക്ഷിക്കുന്നു. ഒരു നൂറ്റാണ്ടിലേറെയായി മന്നൂർക്കോണം പ്രദേശത്തിന്റെ യശസ് വാനോളം ഉയർത്തി നിലകൊള്ളുന്ന നമ്മുടെ വിദ്യാലയ മുത്തശ്ശിക്ക് നൂറിന്റെ നിറവിൽ പൊൻതിളക്കവുമായി കുഞ്ഞു കുരുന്നുകൾക്ക് ഇന്ന് ആഘോഷരാവ്. ചിലമ്പൊലി 2024. നമ്മുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ MLA കൂടിയായ ആദരണീയനായ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ സർ. ഉണരുവാൻ പ്രകൃതി അമ്മ നിറയെ നന്മ പുലരി വെണ്മ പുലരുവാൻ അറിയണം നമുക്കു നമ്മെ സമയമായി ഉണരാൻ വിശാല ലോകമാകവേ പറന്നു കാണും. നമ്മൾ പഠിച്ച സ്കൂളല്ല ഇന്ന് കാണുന്ന സ്കൂള്. അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ആ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന തരത്തിലേക്ക് സ്കൂളുകളെ മാറ്റാനായിട്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടീച്ചർ രമാദേവി, അവരുടെ ഒരു ഏറ്റവും വലിയ നിർബന്ധമാണ്, ഞാനിവിടുത്തെ MLA ആകുമ്പോൾ നമ്മുടെ അലാമത്ത് തീർന്നാൽ ഞാനും കൂടെ ഇവിടെ വരുമ്പോൾ അവരുടെ ഒറ്റ നിർബന്ധമാണ് ഈ സ്കൂളിലെ ക്ലാസ് മുറിയുടെ ആവശ്യം. എന്തായാലും അവർ സർവീസിൽ നിന്ന് പെൻഷൻ ആയെങ്കിലും ഇന്ന് ആ സന്തോഷകരമായ ചടങ്ങിൽ അവർ എത്തിയത് വളരെയേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒക്കെ മേൽ കൺസ്ട്രക്ഷൻ്റെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന നിലയിൽ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിശ്ചയിച്ചത്. വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി പദ്ധതി എന്ന് പറയുന്നത് 3 മുതൽ 6 വരെ പ്രായമുള്ള കുട്ടികളാണ് പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. സാധാരണ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രീ പ്രൈമറിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുട്ടികളുടെ ബുദ്ധി വളർച്ചയുടെ 90% പൂർത്തിയാകുന്നത് ആ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ കുട്ടികൾ കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞുമാണ് പഠിക്കുന്നത്. അവർ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടികളുടെ മാനസികവും വൈകാരികവും ബൗദ്ധികവുമായ വികാസത്തിന് വേണ്ടി 13 പ്രവർത്തന ഇടങ്ങൾ ഒരുക്കിയാണ് ഈ പ്രീ പ്രൈമറി സ്റ്റാർട്സ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം കുടിഞ്ഞു പോകുന്നതും. ഒരു ചെറു പുഞ്ചിരിയായി ഇടനിലയുടെ ഉയർച്ചയിലും നന്മയിലും നമുക്കൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി രമാദേവി ടീച്ചറിനെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി സഭയെ ക്ഷണിച്ചുകൊള്ളുന്നു. മേലെ മലമേലെ മതിയോളം കളിയാടണം, കുന കുന ചിരി മൊഴി ചിതറണ കൂടെ കൂടാൻ വാ.
ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ സ്കൂളിൽ നടക്കുന്നു. അതിനനുസരിച്ചുള്ള പുരോഗതി കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, രക്ഷകർത്താക്കളുടെ ഇടപെടലിൻ്റെ കാര്യത്തിൽ, പങ്കാളിത്തങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മുടെ സ്കൂളിലുണ്ട്. അതിനെല്ലാം ഈ തുടർന്നും എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാവണം എന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷത്തിന്, ഈ ഉദ്ഘാടന യോഗത്തിന് എല്ലാത്തിനും എല്ലാ ഭാവങ്ങളും നൽകുകൊണ്ട് എല്ലാ വാക്കുകളും അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പിടിക്കലല്ല ജീവിതം, മിന്ന മിനുങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിക്കണം, പിടിച്ചു സ്വന്തമാക്കണം. കുഞ്ഞാറ്റ കിളികളെ വരൂ വസന്തകാലമായി, ആടി ആടി പാഠമൊക്കെ നേടിടാം, പറന്നിടാം അക്ഷരങ്ങൾ കോർത്തു നമുക്ക് ഈ സ്കൂളിൻ്റെ എല്ലാ തലത്തിലുള്ള വളർച്ചയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു പ്രവർത്തനം ഈ കഴിഞ്ഞ കാലങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. കാലഘട്ടം മാറി സഞ്ചരിക്കുകയാണ്. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ രീതിയിലുള്ള സ്പോർട്സ് ഇനങ്ങളിലും കൂടി കുട്ടികളെ സജ്ജമാക്കണമെന്നും ഈ പദ്ധതിക്ക് പ്രവേശിച്ച ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഭാഷകൾ എല്ലാം സംഘടിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതെല്ലാം നന്നായി സംഘടിപ്പിക്കാൻ പരിശ്രമിച്ച് എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും PTA ഭാരവാഹികളെയും SMC ഭാരവാഹികളെയും ഈ സ്കൂളിലെ കുട്ടികളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ സ്കൂൾ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ നമുക്ക് മുറികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെയധികം PTA എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള 1 കോടി രൂപ ഇവിടെ എത്തിച്ചത്. അപ്പോൾ തുടർന്ന് നമുക്കൊരു 60 ലക്ഷം രൂപ കൂടി കിട്ടിയിട്ടുണ്ട്. അതോടെ നമ്മുടെ ക്ലാസ് മുറികൾ ഏതാണ്ട് ആവശ്യത്തിന് ഉതകുമെന്ന് വിചാരിക്കുകയാണ്. ഇടനിലയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷം നിറഞ്ഞ ദിനം തന്നെയാണ്. അതിനോടൊപ്പം ഇതിൻ്റെ പണികൾക്കെല്ലാം തുടക്കം കുറിച്ച് ആ സമയത്തൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കഴിഞ്ഞ HM രമാദേവി ടീച്ചർ, മുൻപുണ്ടായിരുന്ന PTA പ്രസിഡന്റ് AS മാഹി, അവരെയൊക്കെ ഓർക്കാതെ പോയി കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന നന്ദികളായിരിക്കും. ഈ ചിലമ്പള്ളി 2024 വികസന സമിതിയുടെയും ഞങ്ങൾ ഓരോരുത്തരുടെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും ഗംഭീരമായി ഈ പരിപാടി നടത്തിയ മുഴുവൻ പേരെയും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി എൻ്റെ സ്വന്തം പേരിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന് ചിലമ്പലി എന്ന പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇവിടെ നന്ദി പറയുന്നതിന് വേണ്ടി ചിന്നി ടീച്ചറെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂൾ വാർഷികമായ ചിലമ്പൊലി 2024 സമ്പൂർണ്ണമാണ് അല്ലെങ്കിൽ സമ്പന്നമാണ്. നമ്മുടെ ഈ ആഘോഷത്തിന്റെ പ്രോഗ്രാമുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം 2023-24 അധ്യയന വർഷത്തെ മികവുകൾ ഉൾപ്പെടുന്ന ഒരു മികവ് വീഡിയോ പ്രദർശനമാണ്. എല്ലാ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പ്രോഗ്രാമുകൾ കാണുന്നതിനായി സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.